ജെൻഡർ വേഴ്സസ് ജെൻഡർ ഐഡന്റിറ്റി. ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള നോംസും ബിഹേവിയേഴ്സും റോൾസുമാണ്. അതായത് ഒരു മെയിൽ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ഡ്രസ്സ് ചെയ്യണം, ഇന്ന റോൾസ് ഒക്കെ ആയിരിക്കണം. ഒരു ഫീമെയിൽ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ഡ്രസ്സ് ചെയ്യണം, ഇന്ന റോൾസ് ഒക്കെ ആയിരിക്കണം എടുക്കേണ്ടത് എന്നുള്ള സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള നോംസും ബിഹേവിയേഴ്സും റോൾസിനെയുമാണ് നമ്മൾ ജെൻഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഓരോ സൊസൈറ്റി അനുസരിച്ച് അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കാലഘട്ടങ്ങൾ അനുസരിച്ചും അതിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ജെൻഡർ ഐഡന്റിറ്റി എന്താണ്? നമ്മൾ ബയോളജിക്കൽ സെക്സിനെ പറ്റി സംസാരിച്ചു. ബയോളജിക്കൽ സെക്സ് എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ എക്സ്റ്റേണൽ ജെനറ്റാലിയ നോക്കിയിട്ടാണ് നമ്മൾ മെയിൽ, ഫീമെയിൽ അല്ലെങ്കിൽ ഇന്റർസെക്സ് ആയിട്ട് നമ്മൾ അവരെ ബയോളജിക്കൽ സെക്സ് അസൈൻ ചെയ്യുന്നത്. എന്നാൽ ആ വ്യക്തികൾക്ക് അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവരുടെ എക്സ്പീരിയൻസുകൾ ഡിഫറെൻ്റ് ആയിരിക്കാം. അതായത് അവരെ അസൈൻ ചെയ്ത സെക്സിൽ നിന്നും അതിനോട് ചേർന്ന് പോകുന്ന ചിന്തകളും ഉണ്ടാവാം, എഗൻസ്റ്റ് ആയിട്ടുള്ള ചിന്തകളും ഉണ്ടാവാം. അപ്പോൾ ആ ഒരു മെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ഉള്ള ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഇന്റേണൽ ആയിട്ട് ഒരു മനസ്സിലുള്ള ഐഡന്റിറ്റി എന്ന് പറയുന്നത് മെയിലും ആവാം, അല്ലെങ്കിൽ മറ്റൊരു ജെൻഡർ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെയാണ് ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതായത് അവരെന്തിലാണ് കംഫർട്ടബിൾ, അവരെങ്ങനെയാണ് അവരെ ഐഡന്റിഫൈ ചെയ്യുന്നത്, അതായത് അവരുടെ ജെൻഡറിനെ പറ്റിയിട്ടുള്ള ഇന്നർ ഫീലിങ്സ് ആണ് ജെൻഡർ ഐഡന്റിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മേ ഓർ മേ നോട്ട് മാച്ച് വിത്ത് അസൈൻഡ് സെക്സ്.